നമസ്കാരം പ്രിയമിത്രങ്ങളെ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. എന്റെ പേര് സിജു. എനിക്ക് 19 വയസ്സായി. തൃശ്ശൂരാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ ഒരു നാട്ടിൻപുറത്ത് നടന്ന എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ പറയാൻ പോകുന്നത്. ഞാൻ താമസിക്കുന്ന വീടിന്റെ 2 വീടിന്റെ തെക്കുവശത്തുള്ള ഒരു വീട്ടിൽ അവിടുത്തെ ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നു. അദ്ദേഹം അവിടുന്ന് ഒരു VCD പ്ലെയർ കൊണ്ടുവന്നു. പക്ഷെ അവിടുള്ള ആർക്കും തന്നെ അത് ഓൺ ചെയ്യാനോ ഒന്നും അറിയില്ല. പക്ഷെ ഞാൻ IT പഠിക്കുമ്പോൾ ഇലക്ട്രോണിക്സ് ആയിരുന്നു ട്രേഡ്. അതുകൊണ്ട് അങ്ങനെയുള്ള പണികളെല്ലാം എനിക്കറിയാമായിരുന്നു. അപ്പോൾ അവിടുത്തെ ചേട്ടൻ പറഞ്ഞു, ആരും ഇതിനകത്ത് കിടന്ന് പണിയണ്ട, വടക്കേലെ സിജുവിനെ വിളിച്ച് ചെയ്യിക്കാം. അവനാവുമ്പോൾ ഇതെല്ലാം അവൻ അറിയാമല്ലോ, അവൻ വന്ന് റെഡിയാക്കി തരും. അങ്ങനെ വന്ന് എന്നെ അവിടത്തേക്ക് വിളിച്ചോണ്ട് പോയി. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഗൾഫുകാരൻ വന്നത് പ്രമാണിച്ച് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും 2 ആൺമക്കളും അവരുടെ ഒരേ ഒരു പെങ്ങളും അവരുടെ കെട്ടിയോനും എല്ലാം. അവിടുത്തെ അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ, നീ അതൊന്ന് നോക്കിയേ, ഇല്ലെങ്കിൽ ഇവരെല്ലാം കൂടി അത് കുളമാക്കും. അങ്ങനെ ഞാൻ ചെന്ന് അതിന്റെ ആഡിയോ പിന്നും വീഡിയോ പിന്നും എല്ലാം കറക്റ്റായിട്ട് കൊടുത്ത് അത് ശരിയാക്കി കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, സിജു, നിനക്ക് പോകാൻ തിരക്കുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ മോനൊരു കാര്യം ചെയ്യ്, സുജയെ അവളുടെ വീട്ടിലേക്കൊന്ന് കൊണ്ടാക്കിയിട്ട് വാ. അവിടെ കെട്ടിയവനും അളിയന്മാരുമായി എവിടെയൊക്കെയോ അത്യാവശ്യമായി പോകണമെന്ന്. അവൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടി, അതുകൊണ്ട് ആക്റ്റീവായിരിക്കുന്നു. അതിലൊന്ന് കൊണ്ടുവന്നാക്കും മോൻ. അധിക ദൂരമൊന്നും ഇല്ലല്ലോ, മോൻ കൊണ്ടാക്കിയിട്ട് പെട്ടെന്നിഞ്ഞു പോരെ, അച്ഛൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, റെഡിയായി നിന്നോ, ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ട് ഉടനെ വരാം. ഇതും പറഞ്ഞ് ഞാൻ വീട്ടിലേക്ക് പോയി. ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാര്യം പറഞ്ഞു. വീട്ടുകാർക്ക് അതത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും മനസ്സില്ലാ മനസ്സോടെ പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഏകദേശം വൈകിട്ട് 5 മണിയായിട്ടുണ്ടാകും ഞങ്ങൾ പുറപ്പെടുമ്പോൾ. ഒരു 3/4 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. ഞങ്ങൾ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ബൈക്കിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ലൈസൻസ് ഇല്ലാത്തത് കാരണം മെയിൻ റോഡിൽ കൂടെ പോകാതെ ബൈ റൂട്ടിൽ പോവുകയായിരുന്നു യാത്ര. അങ്ങനെ ഞങ്ങളുടെ സംസാരം CD പ്ലെയറിനെ കുറിച്ചായി. നല്ലൊരു സിനിമയാണിത്. അപ്പോൾ സുജിച്ചേച്ചി ചോദിച്ചു, ഏതാണ്? അങ്ങനെ ഓരോ സിനിമയുടെ പേരൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, മലയാള സിനിമയൊന്നും അല്ല ചേച്ചി കാണേണ്ടത്, ഇംഗ്ലീഷ് സിനിമ കാണണം. അതൊന്ന് കാണേണ്ടത് തന്നെയാണ്. അത് കാണുമ്പോഴാണ് നല്ല ഡിജിറ്റൽ സൗണ്ടൊക്കെ ഉള്ളത്, പിന്നെ അല്പസ്വല്പം മസാലയും. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു, നീ അതൊക്കെ കാണാറുണ്ടോടാ? വീട്ടിലാരും കാണില്ലേ, എപ്പോഴാ നീ ഇതൊക്കെ ഇരുന്ന് കാണുന്നത്? ഞാൻ പറഞ്ഞു, അതൊന്നും ആരും കാണില്ല ചേച്ചി, അതൊക്കെ ഐഡിയപരമായിട്ട് ചെയ്യും ഞാൻ. അങ്ങനെയൊക്കെ സംസാരിച്ച് അവസാനം അത് ബ്ലൂ ഫിലിം CD കാര്യത്തിൽ വരെ എത്തി. സുജച്ചേച്ചിയാണെങ്കിൽ ഇതുവരെ അങ്ങനെയുള്ളതൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഉള്ളിൽ എന്തോ പോലെ തോന്നി, താഴെ എന്തോ തരിച്ചു കയറുന്നത് പോലെയും. ഞാൻ രണ്ടും കൽപ്പിച്ച് ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിക്ക് അങ്ങനെയുള്ള സിനിമ കാണണോ? വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുവന്ന് തരാം. ചേച്ചി ഒന്ന് ചിരിച്ചു, എന്നിട്ട് എന്നോട് ഓക്കെ പറഞ്ഞു. ഞങ്ങൾ പോകുന്ന റോഡ് മൊത്തം ഗട്ടറായിരുന്നു. അതുകൊണ്ട് ആക്റ്റീവ അതിലെല്ലാം ചാടിച്ചാടിയാണ് പോകുന്നത്. ഓരോ ഗട്ടറിൽ ചാടുമ്പോഴും ചേച്ചിയുടെ മുൻഭാഗം എന്റെ പുറത്ത് വന്ന് ഇടിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ചേച്ചി എന്നോട് ചോദിച്ചു, എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക, എന്നെ ഇങ്ങനെ നിന്റെ പുറത്ത് കൊണ്ടുവന്ന് ഇടിപ്പിക്കാൻ വേണ്ടിയാണോ നീ ഈ വഴിയെ വന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അല്ല ചേച്ചി, എനിക്ക് ലൈസൻസ് ഇല്ല, അതാ ഈ വഴിക്ക് വന്നത്. ഇതിലേ ആവുമ്പോൾ പോലീസ് ചെക്കിംഗ് ഒന്നും കാണില്ലല്ലോ. സുജച്ചേച്ചി ഒന്ന് മൂളി. എന്നിട്ട് പറഞ്ഞു, എന്റെ ചേട്ടൻ അടുത്ത ആഴ്ച ഗൾഫിൽ പോവുകയാണ്. അത് കഴിഞ്ഞ് നിന്നെ ഞാൻ ഫോണിൽ വിളിക്കാം കേട്ടോ. അണ്ണൻ പോകുന്ന ഡേറ്റും എന്നോട് പറഞ്ഞു. ശരി ചേച്ചി, ഞാൻ പറഞ്ഞു. അന്ന് വീട്ടിൽ വന്ന് സുജിച്ചേച്ചിയെ ഓർത്ത് ഒന്നങ്ങ് ചെയ്തു. അങ്ങനെ തൽക്കാലത്തേക്കൊരു ആശ്വാസം കിട്ടി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സുജയയുടെ ഭർത്താവ് ഗൾഫിന് പോയി. എന്നിരുന്നാലും ഒരു 5-6 ദിവസത്തേക്ക് എനിക്ക് ചേച്ചിയെ വിളിക്കാൻ പേടിയായിരുന്നു. 1-2 ദിവസം കഴിഞ്ഞ് ഞാൻ ചേച്ചിയെ വിളിച്ചു. അരമണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. ചേച്ചിയുടെ ഫ്രണ്ടിലെ വലിപ്പത്തെ കുറിച്ചും പിന്നെ എന്റേതിന്റെ വലിപ്പത്തെക്കുറിച്ചും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ സംസാരം. പക്ഷെ ചേച്ചി ഒന്നും വിട്ടുപറയില്ലായിരുന്നു. ഞാൻ പറയുന്നതെല്ലാം മൂളി കേട്ടുകൊണ്ടിരിക്കും. എനിക്കത് തന്നെ ധാരാളമായിരുന്നു.
ഒരു 7-10 ദിവസം അങ്ങനെ അങ്ങോട്ട് പോയി. ഒരു ദിവസം ഞാൻ ചേച്ചിയോട് ചോദിച്ചു, എന്താ ചേച്ചി ഈ സമയത്ത് വിളിക്കാൻ പറയുന്നത്? അപ്പോൾ ചേച്ചി പറഞ്ഞു, ഈ സമയത്താണ് അവരുടെ അമ്മായിയപ്പൻ ടി വിയിൽ ന്യൂസ് കാണാനിരിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും ഞങ്ങൾ ഫോൺ വിളി തുടർന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരുന്നാൽ മതിയോ ചേച്ചി? എന്നാണ് ചേച്ചി വീട്ടിലോട്ടൊക്കെ വരുന്നത്? എടാ, ഞാൻ ബുധനാഴ്ച എന്റെ വീട്ടിലേക്ക് വരും. ഒത്തിരി ദിവസമായി അച്ഛനെ അമ്മയൊക്കെ കണ്ടിട്ട്, ചേച്ചി പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേച്ചി എങ്ങനെയാണൊന്ന് ഒറ്റയ്ക്ക് കാണുന്നത്? അതിനവൾ സമ്മതിച്ചില്ല. പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഞാനാകെ നിരാശനായി. ഇത്രയൊക്കെ സംസാരിച്ചിട്ടും അവൾ ഒറ്റയ്ക്കൊന്ന് കാണാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ. അങ്ങനെ ബുധനാഴ്ച വന്നെത്തി. 5 മണിയായപ്പോൾ വീട്ടിൽ നിന്നെല്ലാവരും പള്ളിയിൽ പോയി. ഞാൻ പോയില്ല. കാരണം അങ്ങനെ വീണ് കിട്ടുന്ന ചാൻസ് അപൂർവമാണ്. ഇങ്ങനത്തെ ചാൻസ് കിട്ടുമ്പോഴാണ് ഞാൻ മറ്റേ സിനിമ കാണാറുള്ളത്. കുറച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരന്റെ കയ്യിൽ നിന്നും കിട്ടിയ ഒരു CD ആരും കാണാതെ കാണാനിരുന്നു. വാതിലെല്ലാം അടച്ചെന്ന് ഒന്നുകൂടി ഉറപ്പാക്കി ടിവിയുടെ മുന്നിൽ വന്നിരുന്നു. സ്വല്പം കഴിഞ്ഞപ്പോൾ അടുക്കളയുടെ വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നു. ദൈവമേ, ഈ നേരത്തെ ഇത് ആരാ എന്ന് വിചാരിച്ച് TV ഞാൻ ഓഫ് ചെയ്തു. എന്നിട്ട് പോയി വാതിൽ തുറന്നു. വാതിക്കൽ നിൽക്കുന്ന ആളെ കണ്ടതും ഞാൻ ഞെട്ടിപ്പോയി. അത് സുജച്ചേച്ചിയായിരുന്നു. നിന്റെ അമ്മ എന്തിയെ? എനിക്ക് കുറച്ച് പുളി വേണം. അമ്മ അമ്പലത്തിൽ പോയി എന്നോട് മീൻ കറി വെക്കാൻ പറഞ്ഞിട്ടാണ് അമ്മ പോയത്. ഞാൻ നോക്കുമ്പോൾ പുളിയിടുന്ന ടിൻ ഒഴിഞ്ഞിരിക്കുന്നു. അയ്യോ ചേച്ചി, ഇവിടുത്തെ അമ്മയും പള്ളിയിൽ പോയി. ഞാൻ നോക്കട്ടെ പുളി എവിടാ ഇരിക്കുന്നതെന്ന്. വാ, ചേച്ചിയും കൂടി വന്നൊന്ന് നോക്ക്. അവൾ അടുക്കളയിലോട്ട് കയറി. വീട്ടിലെ ജനലും കതവുമെല്ലാം അടച്ചിട്ടേക്കുന്നത് കണ്ടപ്പോൾ സുജയ്ക്കെന്തോ പന്തികേട് തോന്നി. ചേച്ചി എന്നോട് ചോദിച്ചു, കൊച്ചേർക്ക, ആരുമില്ലാത്ത സമയത്ത് കതകെല്ലാം അടച്ചിട്ട് നീ എന്തെടുക്കുമായിരുന്നു? എന്തോ കുരുത്തക്കേടാണല്ലോ. ഞാൻ പേടിക്കാതെ തന്നെ ചേച്ചിയോട് കാര്യം പറഞ്ഞു. ഒരു പുതിയ ഇംഗ്ലീഷ് പടം കിട്ടി ചേച്ചി, മറ്റേതാ. അത് കാണാൻ തുടങ്ങിയപ്പോഴാണ് ചേച്ചി കയറി വന്നത്. ഭർത്താവ് നാട്ടിലില്ലാത്തത് കൊണ്ട് ചേച്ചി വളയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആണോ? എന്നാൽ നീ എന്നെ കൂടി ഒന്ന് കാണിച്ചേ, ഞാനൊന്ന് നോക്കട്ടെ എങ്ങനുണ്ടെന്ന്, ചേച്ചി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ വേഗം ചെന്ന് TV ഓൺ ചെയ്തു. അതിലൊരു സായിപ്പിന്റെയും മാതാമ്മയുടെയും രംഗമായിരുന്നു. ചേച്ചി അത് കണ്ടപ്പോൾ അയ്യേ എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പോകുവാടാ എന്ന് ഞാൻ പറഞ്ഞു, കുറച്ച് കഴിഞ്ഞു പോയാൽ പോരെ ചേച്ചി, നല്ല രംഗങ്ങൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്റെ മനസ്സിൽ അപ്പോൾ അവരുടെ ആ മുന്നഴകിൽ ഒന്ന് തടവണം എന്നതായിരുന്നു. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി, ഞാൻ ഇതുവരെ ആരുടെയും മുന്നഴക് കണ്ടിട്ടില്ല. ചേച്ചിയുടെ ഒന്ന് കാണിക്കുമോ? ആരോടും പറയില്ല ഞാൻ. ഓടാ അവിടുന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി അടുക്കളയിലേക്ക് നടന്നു. ഞാൻ പിന്നാലെ പോയി സുജച്ചേച്ചിയെ കയറി വട്ടം പിടിച്ചു. എവിടെ നിന്നാണ് ആ ധൈര്യം കിട്ടിയതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്നിട്ട് ഞാൻ അവരുടെ ആ മുന്നഴകിൽ പതിയെ അമർത്തി. ചേച്ചി എന്നെ കൈകൊണ്ട് തല്ലാനായി വന്നു. എന്താടാ നീ കാട്ടുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേച്ചി എന്നെ ഒന്ന് കാണിച്ചതാ, ഒറ്റവട്ടം മതി, അത്രയ്ക്ക് ആഗ്രഹമുണ്ടായിട്ടല്ലേ ഞാൻ പറഞ്ഞു. അവൾ പറ്റില്ല എന്നും പറഞ്ഞ്, നീ വന്ന് പുളിയെടുത്തതാ അതും പറഞ്ഞ് അടുക്കളയിൽ നിന്നു. ഞാൻ വേഗം അവിടെയൊക്കെ പുളി തപ്പി. പക്ഷേ താഴെ കബോർഡിലെങ്ങും പുളിയുടെ പാട്ട കണ്ടില്ല. ഞാനൊരു കസേര വലിച്ചിട്ട് മുകളിലത്തെ കബോർഡിൽ നോക്കുകയായിരുന്നു. പെട്ടെന്ന് കസേര ഒരു സൈഡിലോട്ട് മറിഞ്ഞ് ഞാൻ അതിൽ നിന്ന് താഴെ വീണു. എന്റെ കഷ്ടകാലത്തിന് വീണപ്പോൾ ഉടുത്തിരുന്ന മുണ്ട് കസേരയിൽ ഉടക്കിയിരുന്നു. പിറന്ന പടിയായി ഞാൻ. താഴെ വീണിട്ടും വേഗം എണീറ്റ് മുണ്ടെടുക്കാൻ ശ്രമിച്ചു. ഇത് കണ്ട് സുജച്ചേച്ചി ചിരിയോട് ചിരി. ചിരിച്ച് ചേച്ചിക്ക് വയറ് കയറി കൊളുത്തിപ്പിടിച്ചു. പെട്ടെന്ന് ചേച്ചി അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്കിരുന്നു. ഞാൻ വേഗം മുണ്ടെടുത്തുകൊടുത്ത് ചേച്ചിയുടെ അടുത്ത് ചെന്ന്, എന്തു പറ്റിയെന്ന് ചോദിച്ചു. എനിക്ക് വയറ് കയറി കൊളുത്തിപ്പിടിച്ചു, ഭയങ്കര വേദന, നൂരാൻ പറ്റുന്നില്ല. ഇതും പറഞ്ഞ് വയറിന് മുകളിൽ തൊട്ട് കാണിച്ചു. ഞാൻ അവിടെ തൊട്ടു നോക്കി. തിരുമിത്തരട്ടെ എന്ന് ചോദിച്ചു. ചേച്ചി ഒന്ന് മൂടി. ഞാൻ കൈകൊണ്ട് പെതുക്കെ അവിടെ തിരുമ്മി. ചേച്ചി ഒരു നൈറ്റിയാണ് ഇട്ടിരുന്നത്. ഞാൻ അപ്പോൾ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇത് ഉയർത്തി തന്നാൽ വെള്ളം നല്ലപോലെ തൊട്ട് തിരുമ്മിത്തരാം, പെട്ടെന്ന് അങ്ങ് മാറും. വേണ്ടാടാ, അതൊന്നും ശരിയാവില്ല, ചേച്ചി എന്നോട് പറഞ്ഞു. ചേച്ചിക്കറിയാമല്ലോ കാര്യത്തിന്റെ ഒരു പോക്ക്. ഞാൻ പറഞ്ഞു, ഒന്നുമില്ല ചേച്ചി. അതും പറഞ്ഞ് ഞാൻ നൈറ്റ് പിടിച്ചൊരു പൊക്ക്. എന്റെ പൊന്നോ, എന്റെ ശ്വാസം നിലച്ചതുപോലെയായി. ഞാൻ ഇതുവരെ ഫോട്ടോയിലും വീഡിയോയിലും മാത്രം കണ്ട എന്റെ സ്വർഗരാജ്യം.
ഞാൻ കുറച്ച് വെള്ളം കൈകൊണ്ടെടുത്ത് ചേച്ചി കാണിച്ചു തന്നെടുത്ത് നല്ലപോലെ തിരുമ്മിക്കൊടുത്തു. എന്റെ നിയന്ത്രണത്തിന്റെ കടിഞ്ഞാൻ ഇപ്പോൾ പൊട്ടുവന്ന പരുവത്തിലായി. ഞാൻ പതുക്കെ ചേച്ചിയെ എഴുന്നേൽപ്പിച്ച് കസേരയിലിരുത്തി. എന്റെ ഫ്രണ്ട് വശത്തെ മുണ്ട് കൂടാരം കെട്ടി നിൽക്കുന്നത് ചേച്ചി കണ്ടു. ചേച്ചി എന്നെ ഒന്ന് നോക്കി. ആ മുഖം ചുവന്നു തൊടുത്ത് എന്തിനോ വേണ്ടി ദാഹിക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കും പിടിച്ചു നിൽക്കാനായില്ല. അങ്ങനെ ഒരു കൊടുങ്കാറ്റ് വീശി അടിക്കാൻ തുടങ്ങി.